ഷാർക്കിന്റെ അതിഭയങ്കരമായ അറ്റാക്ക്. സൂപ്പർ സ്പീഡോ, ഷാർക്കിനെ നമുക്ക് തടഞ്ഞു നിർത്തിയേ പറ്റൂ. ഒരു വഴിയുണ്ട്, അല്പം റിസ്കിയാണ്. ഷാർക്കിനെ തടഞ്ഞു നിർത്താൻ റിസ്ക് എടുത്തേ പറ്റൂ. എന്തിനും ഞാൻ തയ്യാറാണ്. കൂട്ടുകാരെ, സീറ്റ് ബെൽറ്റ് ഇട്ടോളൂ. മിസ്റ്റർ പീറ്റോ, എല്ലാം ഓക്കെ ആണല്ലോ? യെസ് മിസ്റ്റർ ജയ്വാൻ. പക്ഷേ കെയർഫുൾ ആയിരിക്കണം. ഇതിനു മുമ്പ് കടലിനടിയിൽ ഇത്ര ആഴത്തിൽ വന്നിട്ടില്ല. അതെ, ശരിയാണ്. ഇവിടെ ഏത് സമയത്തും നമുക്ക് അപകടമുണ്ടാകാം. യെസ് സാർ. ആ, ഞങ്ങൾ താഴെ എത്തിക്കഴിഞ്ഞു. ഇവിടെ എല്ലാം ഓക്കെ ആണ് സാർ. ഓക്കെ. ഹേയ് നിക്ക് പീറ്റോ, ദേ അവിടെ എന്തോ ഉണ്ട്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാർ, ഞാൻ നിങ്ങൾക്ക് പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഓ ഗോഡ്, ഡു യു ബിലീവ് ദിസ്? ഇതൊരു മുങ്ങിപ്പോയ ഷിപ്പാണ്. അതിനകത്ത് ഒരുപാട് സംഗതികൾ ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. ശരി, വാ അടുത്ത് ചെന്ന് നോക്കാം. ദേ നോക്ക്, ഷാർക്ക് 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 അറ്റാക്ക് പുറകിൽ നിന്ന് വരുന്നുണ്ട്. ഓ ഗോഡ്, ബാക്ക് ഓഫ് ബാക്ക് ഓഫ്, വേഗം ഇവിടെ നിന്ന് പോവാ. ഇന്നത്തെ ഈ ദിവസം എത്ര ജോളിയാണല്ലേ. ബീച്ച് എന്ത് ശാന്തമായിരിക്കുന്നു. ഇതിനെ ഇപ്പോ 2 വാക്കിൽ പറയണമെങ്കിൽ ഗുഡ് ഡേ. നീ പറഞ്ഞ ശരിയാ ട്വിങ്കിൾ. ഗുഡ് ഡേക്കാളും ഇത് വളരെ ഗുഡ് ഡേ ആണ്. ഇപ്പൊ ഞാനൊരൽപ്പം കഴിച്ചോട്ടെ. നിങ്ങൾ പറയുന്നത് ശരിയാണ് ട്വിങ്കിൾ അണ്ടോടോ. ഏറ്റവും നല്ല കാര്യം എന്തെന്നാൽ സൺസിറ്റിയിൽ ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ടെൻഷനും ഇല്ല. ഓ നോ, R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. അപകടത്തിന്റെ സിഗ്നൽ ഗുംഷുദ ഐലൻഡിൽ നിന്നാണ് വരുന്നത്. ഗുംഷുദ ഐലൻഡോ? ഇതുവരെ ഞാൻ അതിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലല്ലോ. ഗുംഷുദ ഐലൻഡ് സൺസിറ്റിയിലെ ഒരു സീക്രട്ട് ഐലൻഡ് ആണ്. അവിടെ സയന്റിസ്റ്റ് ടോപ്പ് സീക്രട്ട് റിസർച്ച് ചെയ്തോണ്ടിരിക്കുക. തീർച്ചയായും അവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഉടൻ അങ്ങോട്ട് ചെല്ലണം. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഹായ് സൂപ്പർ സ്പീഡോ, ഗുംഷുദ ഐലൻഡിൽ നിന്ന് അലേർട്ട് വന്നിട്ടുണ്ട്. എന്നാ പിന്നെ നമ്മൾ ഉടൻ തന്നെ അവിടെ എത്തിച്ചേരണം. ശരി, ഈ കടൽ കടന്ന് നമ്മൾ എങ്ങനെ ഐലൻഡിലോട്ട് ചെല്ലുന്നത്? ആ കാര്യത്തിൽ ഫോർമുല നമ്പർ 304 നമ്മളെ സഹായിക്കും. ഓക്കെ, ആക്ടിവേറ്റിംഗ് ഫോർമുല 304. കിക്കോ, സൂപ്പർ സ്പീഡോ, ഗുംഷിദ ഐലൻഡിലേക്ക് നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനാണ് മിസ്റ്റർ സ്യൂമർ. ഞാനാണ് ഇവിടുത്തെ ചീഫ് റിസർച്ച് ഓഫീസർ. ഇദ്ദേഹമാണ് ജോണി, എന്റെ അസിസ്റ്റൻസാ. ഗുഡ് മോർണിംഗ് സ്വിമ്മർ അങ്കിൾ ആൻഡ് ജോണി അങ്കിൾ. ഈ ഗുംഷുദ ഐലൻഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത്രയ്ക്ക് വലിയ അപകടമൊന്നും അല്ല.
പക്ഷെ നമ്മുടെ 2 ഡൈവേഴ്സ് മിസ്റ്റർ ജേവൻ പിന്നെ P2ന്റെ നേർക്ക് ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട്. അറ്റാക്കോ? ആരാണ് അറ്റാക്ക് ചെയ്തത്? ഒരു ഭീകരനായ ഷാർക്ക്. അത് അൺയൂഷ്വലി വളരെ വലുതാണ്. എന്റെ ദൈവമേ, ഷാർക്കാണെന്നോ? ഞാനെന്റെ പേടി മറക്കാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ. അറ്റാക്ക് എപ്പോഴാ സംഭവിച്ചേ? മിസ്റ്റർ ജേവനും മിസ്റ്റർ പീറ്റോയും കടലിനടിയിൽ ഒരു അത്ഭുതകരമായ സാധനം കണ്ടെത്തിയിരിക്കുകയാണ്. അതിനടുത്തേക്ക് പോകുമ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്. ആ അത്ഭുതകരമായ കാര്യം എന്താണ് സ്വിമ്മർ അങ്കിൾ? അതൊരു വലിയ സീക്രട്ടാണ്. പക്ഷെ ഞാനത് നിന്റെ കൂടെ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. മുങ്ങിപ്പോയ ഒരു വമ്പൻ കപ്പലാണത്. കാര്യായിട്ട് പറയാണോ? മുങ്ങിപ്പോയൊരു വലിയ കപ്പലോ? എന്ന് വെച്ചാല് അതിനൊരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ്. ഈ വെള്ളത്തിനടിയില് വളരെ പഴയ ഒരു അത്ഭുതകരമായ കപ്പൽ മുങ്ങിക്കിടക്കുകയാണ്. അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ ആ ഷാർക്ക് ആ കപ്പലിനടുത്ത് എത്തുമ്പോ തന്നെ ഷാർക്ക് അറ്റാക്ക് ചെയ്യുന്നു. അത് കോയിൻസിഡൻസ് ആയിരിക്കും അല്ലേ? ശിഖരത്തിന്റെ കൊടുമുടിയായാലും കടലിന്റെ അടി ആഴമായാലും ശരി, എവിടെ പ്രശ്നം വന്നാലും അവിടെ ഞങ്ങൾ ഉണ്ടാകും. അപ്പൊ എല്ലാവർക്കും എന്നെ കുറിച്ച് ഓർമ്മയുണ്ടാകും. സാറ് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയോ? നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അദ്ദേഹം ഇവിടെ എത്തിയെന്നാ. താങ്ക് യു ഡിറ്റക്ടീവ് ജൂനിയർ. ഡിറ്റക്റ്റീവ് ചാറ്റ്പട്ട് അങ്കിൾ, നിങ്ങൾ എങ്ങനെയാ ഇവിടെ? ആ കിക്കോ, ഡിറ്റക്റ്റീവ് ജെറ്റ്പാഡ് മുങ്ങിപ്പോയ കപ്പൽ കണ്ടെത്തും. പിന്നെ ഷാർക്കിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. ഒരു ജോലി എത്ര കഠിനമായാലും ഞാൻ അതിൽ നിന്നും പിൻവാങ്ങില്ല. നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാം. അത് കൊള്ളാം. ഡിറ്റക്റ്റീവ് ചട്ട്പട്ടും എന്റെ ടീമും ഒരുമിച്ചു. അത് അടിപൊളിയാണ്. ഈ കാര്യത്തിൽ നമുക്ക് ഡോക്ടർ ആവിഷ്കാറിനോട് സഹായം ചോദിക്കാന്നാ എനിക്ക് തോന്നുന്നത്. പശുവിൽ നിന്നും പാല് കിട്ടുന്നു, പാലിൽ നിന്നും തൈര് കിട്ടുന്നു. കീക്കോ പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും അദ്ദേഹം ഡീറ്റെയിൽസ് പറയും. എന്താ വേണ്ടത് എന്ന് ചോദിക്കാം. ഡോക്ടർ ആവിഷ്കാർ സിംഗ്. ഡിറ്റക്ടീവ് ജഡ്ജ്മെന്റ് സാർ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാല്, നിങ്ങൾക്ക് ആ കപ്പലിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയായിരുന്നോ? ഞാനിപ്പോ എന്ത് പറയാനാ? ഓഫ് കോഴ്സ് അത് ഞാൻ ഇപ്പൊ തന്നെ പറയാം. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. എന്താണ് മനസ്സിലായത് ഡോക്ടർ ആവിഷ്കാർ അങ്കിൾ? ഒന്ന് നിക്കേ. ഇത് കണ്ടോ? ഈ ഷിപ്പില് അതാ ആ മാർക്ക് നിങ്ങൾ കണ്ടില്ലേ? നല്ലോണം നോക്കൂ. എന്റെ അമ്മോ, നീ ഇത് കണ്ടോ? വളരെ എക്സൈറ്റിംഗ് ആയിട്ടുണ്ടല്ലേ? അതെ ഡോക്ടർ ആവിഷ്കാർ സാൻഡ്, മാർക്കുണ്ട്. പക്ഷെ അത് സ്ട്രേഞ്ച് ആണല്ലോ. ഉണ്ടല്ലോ അല്ലേ? സ്ട്രേഞ്ച് ആണ്, എക്സൈറ്റിംഗ് അല്ലേ? പക്ഷേ ആ മാർക്കിന്റെ അർത്ഥം എന്താണ്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത് കീക്കോ. മാർക്കിനെ വിട്ടേക്ക്. കപ്പലിനകത്ത് എന്താ ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമോ ഡോക്ടർ ആവിഷ്കാർ സിംഗ്? അതെ, അറിയാം. എന്ത്? അതാണ് ഞാനിപ്പോ കണ്ടുപിടിക്കാൻ പോകുന്നത്. വാ ട്വിങ്കിൾ, വാ ഡോഡോ. അവരാ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും മുമ്പ് നമുക്ക് ഷാർക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. ആ ഷാർക്ക് എന്തിനാ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്തത്? സൂപ്പർ സ്പീഡോ, നമ്മളിപ്പോ കടലിനടിയിൽ പോകാനായിട്ട് സബ്മറൈൻ മോഡ് ഓൺ ചെയ്യണം. ഇക്കാര്യത്തിൽ നമ്മളെ ഫോർമുല നമ്പർ 246 സഹായിക്കും. ആക്ടിവേറ്റിംഗ് ഫോർമുല 246. കടലിന്റെ അടിയിൽ ഒരു ലോകം തന്നെ ഉണ്ടല്ലേ? ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ ഫെന്റാബുലസ്. ഇതൊക്കെ കാണുമ്പോ എനിക്ക് അല്പം പേടി തോന്നുന്നു. ഈ കപ്പലിനെ കുറിച്ച് ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ മെജസ്റ്റിക്. ഈ കപ്പലിനകത്ത് ടോട്ടൽ സൺസെറ്റിക്കും കേറാന്നാ തോന്നുന്നത്. നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോന്ന കീക്കോ? നിങ്ങൾ സൂപ്പർ സ്പീഡോയ്ക്കകത്ത് തന്നെ ഇരിക്കെ. ഞാൻ പോയി ആ കപ്പലിനകത്ത് നോക്കിയിട്ട് വരാം. എന്റെ ദൈവമേ, പക്ഷി ഇത് അപകടം പിടിച്ച കളിയാ. നീ പേടിക്കണ്ട, ഞാൻ പോയി നോക്കിയിട്ട് വേഗം വരാം. സൂപ്പർ സ്പീഡോ, ഡോറൊന്ന് അൺലോക്ക് ചെയ്യ് പ്ലീസ്. യെസ് കീക്കോ. അകത്തേക്ക് പോകാനുള്ള വഴിതാ അവിടെയുണ്ട്.
കപ്പലിനകത്ത് അങ്ങനെ എന്ത് രഹസ്യമാണുള്ളത്? ഒരുപക്ഷെ ആ ബോക്സ് ആയിരിക്കോ? അങ്ങനെ അതിൽ എന്താ ഉള്ളത്? ഏതായാലും ഒന്ന് നോക്കാം. ദേ അടയാളമുണ്ടല്ലോ. എന്താണാവോ സംഭവിക്കുക? Oh no! Shark! ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. സൂപ്പർ സ്പീഡോ, നീ വേഗം നിങ്ങൾ ചെയ്യ്. കീക്കോ അതിനകത്ത് കുടുങ്ങി കിടക്കുക. വിഷമിക്കണ്ട ഫ്രണ്ട്സ്. കിക്കോ, ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് വാ. ഇങ്ങോട്ട് വാ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. അല്പം കൂടി വേഗത്തിൽ വാ കിക്കോ. വേഗം കിക്കോ, ഫുൾ സ്പീഡായിട്ട് വാ. സൂപ്പർ സ്പീഡോ പൊയ്ക്കോ. Oh no! ഷാർക്ക്, അത് നമ്മുടെ പുറകെ ഉണ്ട്. ചേട്ടാ, ഇതെന്ത് പറ്റി? എന്താ പറ്റിയത്? നമ്മളെല്ലാരും ഷാർക്കിന്റെ വയറ്റിനകത്ത് പോകുന്ന തോന്നുന്നത്. കിക്കോ, പെട്ടെന്ന് നിനക്ക് എന്താ പറ്റിയത്? മിസ്റ്റർ സ്വിമ്മർ അങ്കിൾ, ഞങ്ങൾ ആ ഷാർക്കിനെ നേരിട്ട് കണ്ടു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആ ഷാർക്ക് കപ്പലിനടുത്ത് എവിടെയോ ആണുള്ളത്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നീ വേറെന്താ കണ്ടത്? ആ കപ്പലിനകത്തൊരു ബോക്സ് ഉണ്ട്. വളരെ വലുതാണ്. ആ ബോക്സിലും ഒരു അടയാളമുണ്ട്. സ്കൾ ആൻഡ് ബോൺസിന്റെ. ഇരുട്ടാണെങ്കിലും ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കാതെ വരരുത്. ഇപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഒരു അല്പം ആലോചിക്കാം. സാറ് ഗോഡ്വേഡിൽ തന്റെ സന്തോഷത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നോ? അദ്ദേഹത്തിന് എന്തോ ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു. അതെന്താ സംഭവം? കടലിൽ ആരോ കൊള്ളയടിച്ച സമ്പത്തായിരിക്കും. അതല്ല 500 വർഷം പഴക്കമുള്ള ആന്റിക് ആയിരിക്കും. അതല്ല. അതെന്താ ഈ ഡിറ്റക്റ്റീവ് ജെറ്റ്പെട്ട് ഒരു കാര്യം തെളിച്ച് പറയില്ലേ? ഇല്ല, അതാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് ജെറ്റ്പെട്ടിന്റെ സ്പെഷ്യാലിറ്റി. മിസ്റ്റർ സുമാർ, ഡിറ്റക്റ്റീവ് ജെറ്റ്പെട്ട് പറയുന്നത് ആ കാണുന്ന 2 അടയാളങ്ങള് കടൽ കൊള്ളക്കാരന്മാരുടേതാണെന്നാ തോന്നുന്നത്. പൈറേറ്റ്സ് 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യത്തെ ഡോക്ടർ ആവിഷ്കാർ സിംഗ് ആണ് പറഞ്ഞത്. 500 വർഷങ്ങൾക്ക് മുമ്പോ? എങ്കിൽ ആ ബോക്സിനകത്ത് തീർച്ചയായിട്ടും നിധി ഉണ്ടായിരിക്കും. നമ്മളത് പുറത്തെടുത്തേ പറ്റൂ. പക്ഷേ സാർ, അത് ഇമ്പോസിബിൾ ആണ്. കടലിനകത്ത് ഷാർക്കുണ്ട്. അപകടമാണ്, ആപത്താണ്. ആ അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ് കിക്കോയും സൂപ്പർ സ്പീഡോയും നമ്മുടെ കൂടെ ഉള്ളത്. വാവ്! കടലിന്റെ അടിയിലെ നിധി ഉണ്ടെന്നോ? അതിനെ കുറിച്ച് ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഫാന്റാസ്റ്റിക്. പക്ഷെ അവിടെ ഒരു ഷാർക്കും ഉണ്ടല്ലോ. എന്റെ ദൈവമേ, അത് ആലോചിക്കുമ്പോൾ തന്നെ എന്റെ ശരീരം മൊത്തം വിറയ്ക്കുന്നു. ഞാനിപ്പോ ഒരല്പം കഴിച്ചോട്ടെ. സൂപ്പർ സ്പീഡോയും നമ്മളും ചേർന്ന് ഒരു ഐഡിയ കണ്ടെത്താം. ആ ബോക്സ് പുറത്തെടുത്തേ പറ്റൂ. എന്ത് പറയുന്നു സൂപ്പർ സ്പീഡോ? ശരിയല്ലേ? എന്റെ ദൈവമേ, ആ കാണുന്നത് ഷാർക്കിന്റെ പല്ലല്ലേ? എനിക്ക് തോന്നുന്നത് ഷാർക്ക് സൂപ്പർ സ്പീഡ് അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോ അതിന്റെ പല്ലിതി കുടുങ്ങിപ്പോയെന്നാ. ഒരൊറ്റവാക്കിൽ പറയണമെങ്കിൽ അൺബിലീവബിൾ. പക്ഷെ ഇത് ശരിക്കും അൺബിലീവബിൾ തന്നെയാണ്. നീ എന്താ അങ്ങനെ പറയുന്ന കിക്കോ? കാരണം ഇത് പല്ലല്ല, ഇതൊരു മെറ്റലാണ്. ദേ കണ്ടോ? ഷാർക്കിന്റെ പല്ല് ഡമ്മി ആണെന്നോ? എങ്കിൽ ആ ഷാർക്കും ഡമ്മി ആയിരിക്കും. കിക്കോ, നിനക്ക് എല്ലാ കാര്യം മനസ്സിലായല്ലോ അല്ലേ? നീ ആദ്യം കപ്പലിനകത്തേക്ക് പോകണം. പിന്നെ വിലയുയർന്ന ബോക്സ് പുറത്തേക്ക് കൊണ്ടുവരണം. ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നീ ആ ഷാർക്കിന് ഇരയാവാതെ രക്ഷപ്പെടണം. ആ പക്ഷേ ആ ഷാർക്ക് ഇപ്പൊ അതിനെ കുറിച്ച് പറയരുത് റോഡോ. കീക്കോ നേരത്തെ പറഞ്ഞതല്ലേ,
ഷാർക്ക് ഡമ്മിയാണെന്ന കാര്യം ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ സീക്രട്ട്. ആരെ എന്നെ ഡാൻസ് കളിപ്പിക്കുന്നത്? അത് കണ്ടോ മിസ്റ്റർ സ്വിമ്മർ അങ്കിൾ? കടലിനടിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ആ ലൊക്കേഷനിൽ തന്നെയാണ് ആ കപ്പലും ഉള്ളത്. ശരിയല്ല ജോണി? ജോണി എങ്ങോട്ടാ പോയത്? നമുക്ക് വെള്ളത്തിനടിയിൽ ചെന്ന് നോക്കിയേ പറ്റൂ. നിങ്ങൾ വിഷമിക്കണ്ട സ്വിമ്മർ അങ്കിൾ, അത് ഞങ്ങൾ നോക്കിക്കോളാം. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നമ്മളിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാലോ? ആ കീക്കോ, സൂപ്പർ സ്പീഡോ എല്ലാ കാര്യവും പെട്ടെന്ന് മനസ്സിലാക്കും. വരൂ പോവാം. എന്താ സൂപ്പർ സ്പീഡോ, നീ എന്താ നിന്ന് കളഞ്ഞത്? ഓ കീക്കു, ഇതിപ്പോ അതേ സ്പോട്ട് അല്ലേ? ഇവിടെ ഷിപ്പ്. സൂപ്പർ സ്പീഡോ, നമ്മുടെ സൂപ്പർ സ്കാനർ ഉപയോഗിച്ച് ആ കപ്പൽ എവിടെയുണ്ടെന്ന് കണ്ടെത്തണം. നിനക്ക് ഫോർമുല നമ്പർ 39 യൂസ് ചെയ്യാൻ പറ്റുമോ പ്ലീസ്? ഓൾ റൈറ്റ് കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 39. ദേ അങ്ങോട്ട് നോക്ക് കീക്കോ, നീ അന്വേഷിച്ച കപ്പൽ അവിടെയുണ്ട്. ആ കപ്പൽ ഇവിടെ തന്നെയുണ്ട്, പക്ഷെ അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരുപാട് ദൂരത്തേക്കൊന്നും അതിന് പോകാൻ പറ്റില്ല കീക്കോ. ഞാൻ ചെയ്യുന്നത് കണ്ടോ? നമ്മൾ ഓൾറെഡി മീറ്റ് ചെയ്തതാണല്ലോ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് മീറ്റിംഗ്. വാവ്, സംസാരിക്കുന്ന ഷാർക്കോ? എടാ മരമണ്ണൻ ഡോഡോ, ഡമ്മി ഷാർക്കിനൊക്കെ സംസാരിക്കാൻ പറ്റൂ. ഇതിന്ന് ഒരു കാര്യം കൺഫേം ആയി, ഇത് ഷാർക്ക് അല്ലെന്നുള്ള കാര്യം. പക്ഷെ ഒരു കാര്യം സമ്മതിച്ചിരിക്കുന്നു, നിന്റെ ഈ കോസ്റ്റ്യൂം വളരെ റിയൽ ആണ്. എടാ കൊച്ചു ചെറുക്ക, എനിക്ക് നിന്റെ അപ്രിസിയേഷൻ ഒന്നും ആവശ്യമില്ല. ഒറിജിനൽ ആയാലും ശരി, ഡമ്മി ആയാലും ശരി, നിന്റെ കഥ തീർക്കാൻ ഞാൻ ഒരാൾ മതി. അല്ല ഷാർക്ക്, നീ ഗുംഷുദ ഐലൻഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കപ്പൽ അവർക്ക് സ്വന്തമായതാ. ഇത് നീ കൊണ്ടുപോകുന്നത് തെറ്റാണ്. ഗുംഷുദ ഐലൻഡിലുള്ളവരൊക്കെ മരമണ്ടന്മാരാണ്. അവർക്ക് ഈ കപ്പലിന്റെ വില എന്താണെന്ന് അറിയില്ല. ഇതിന് ഞാൻ വേറെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് നല്ല വിലയ്ക്ക് ഇത് വിറ്റ് കാശാക്കും ഞാൻ. സോറി ഷാർക്ക്, നിനക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നീ എന്നെ തടഞ്ഞു നിർത്താൻ പോവുകയാണോ? വേഗം സ്ഥലം വിട്ടോ ചക്ക ഇവിടുന്ന്. റൈറ്റ് റോങ്ങിനെ കണ്ട് പേടിക്കാറില്ല. എന്നാൽ ഇന്ന് പിടിച്ചോ ഈ ഷാർക്കിന്റെ അതിഭയങ്കരമായ അറ്റാക്ക്. സൂപ്പർ സ്പീഡോ, ഷാർക്കിനെ നമുക്ക് തടഞ്ഞു നിർത്തിയേ പറ്റൂ. ഒരു വഴിയുണ്ട്, അല്പം റിസ്കിയാണ്. ഷാർക്കിനെ തടഞ്ഞു നിർത്താൻ റിസ്ക് എടുത്തേ പറ്റൂ. എന്തിനും ഞാൻ തയ്യാറാണ്. കൂട്ടുകാരെ, സീറ്റ് ബെൽറ്റ് ഇട്ടോളൂ. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് 325. ഓക്കെ ഡ്യൂഡ്, ആക്ടിവേറ്റിംഗ് ഫോർമുല 325. നീ എന്ത് പണിയാണ് കാണിച്ചത് കൊച്ചു ചക്ക? ഷാർക്കിന്റെ പല്ലുകളെല്ലാം കൊഴിഞ്ഞു പോയി. അകത്താരോ ഉണ്ട്, അവനാണ് ഈ ഷാർക്കിനെ ഓടിക്കുന്നത്. ഞാൻ അകത്ത് ചെന്ന് അവൻ ആരാന്ന് കണ്ടെത്താം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ ലേസർ ലൈറ്റ് കൊണ്ട്
ഷെടാ ഇവനെ ജോണി അല്ലേ, ആ സ്വിമ്മറിന്റെ അസിസ്റ്റന്റ്. ജോണി, നിന്നെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. മര്യാദയ്ക്ക് പുറത്തിറങ്ങി വാ. എന്റെ കളി ഇനിയും അവസാനിച്ചിട്ടില്ല കുട്ടികളെ. ഇനി അടുത്തെന്താ സംഭവിക്കാൻ പോകുന്നെന്ന് കണ്ടോ. ഓ നോ, സൂപ്പർ സ്പീഡോ, വേഗം ചെല്ല്. ഓക്കെ കീക്കോ. നീ വേഗം ചെല്ല്. ജോണിനെ തടഞ്ഞു നിർത്തിയേ പറ്റൂ. നിന്റെ കളി ഇതോടെ അവസാനിച്ചു ജോണി. നീ വീണ്ടും എത്തിയോ? ശരി, ഓക്കെ. വീണ്ടും നിന്റെ കൂടെ ഒരു പ്രാവശ്യം കളിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നീ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇല്ല, എന്റെ ടോട്ടൽ പ്ലാനും നീ തവിടുപൊടിയാക്കിയിരിക്കുകയാണ്. ഇനി വേറൊരു വഴിയില്ല. ഞാൻ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. ജോണി, നീ ആകാശത്ത് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ജോണി അല്ല മിസ്റ്റർ സ്വിമ്മർ അങ്കിൾ, ഷാർക്ക് എന്ന് പറയേ. മീനിന്റെ വയറ്റിനകത്ത് നിന്ന് ഒരു ക്രിമിനൽ പുറത്തേക്ക് തിരിക്കാം. വളരെ വ്യത്യസ്തമായ കള്ളനായിരിക്കും. ആടിച്ച് എല്ല് പൊട്ടിച്ച് ജയിലിനകത്തിടും ഞാൻ. സാർ ഇപ്പൊ കോഡ് വേർഡിൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്നല്ലേ? ഡെമ്മി ഷാർക്ക്, യു ആർ അണ്ടർ അറസ്റ്റ്. പക്ഷേ കപ്പല്, അതിനകത്തുള്ള നിധി. മിസ്റ്റർ സ്വിമ്മർ, ഏതായിരിക്കുന്നു നിങ്ങൾ ചോദിച്ച നീതി? ആ കപ്പലിനകത്ത് ഇനി ഒരുപാട് സാധനങ്ങളുണ്ട്. നിങ്ങളുടെ നിധി സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു മിസ്റ്റർ സ്വിമ്മർ. റിസർച്ചിന് വേണ്ടി 500 വർഷം പഴക്കമുള്ള ആ കപ്പലും റെഡിയാണ്. ബൈ ബൈ സൺ സിറ്റി. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് മാർസിൽ നിന്നായിരിക്കും. പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കൊള്ളാം. മാർസ് വാഹനം റെഡി ഫോർ ലോഞ്ച്. ടൈം ടു ലോഞ്ച് 20 minutes. ദേ അങ്ങോട്ട് നോക്ക്. നിങ്ങൾ എന്താ ആലോചിക്കുന്നത് സൺ സിറ്റി ജനങ്ങളെ? നീ വാഹനത്തിൽ കയറി ഡോക്ടർ സെൻ മാസിലേക്ക് പോകൂ. ട്വിങ്കിൾ, ഡോഡോ, നിങ്ങൾ ചെന്ന് ജനങ്ങളെ രക്ഷിക്കുക. വേഗം, അതിവേഗം. R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡ്. ട്വിങ്കിൾ, ഡോഡോ, ഇത് സൺസിറ്റിയെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്ത ഒരു ദിവസം. മേയർ അങ്കിൾ ഒരു വലിയ അനൗൺസ്മെന്റ് ചെയ്യാനിരിക്കുക. അതെ കീക്കോ, അങ്ങോട്ട് നോക്ക്. പ്രൊജക്ടറും വെച്ചിട്ടുണ്ട്. ഇതിപ്പോ 2 വാക്കിൽ പറയണമെങ്കിൽ ഹൗ എക്സൈറ്റിംഗ്. മാന്യമഹാ സൺസിറ്റി ജനങ്ങളെ, എന്റെ പ്രിയപ്പെട്ട കുട്ടി കുറുമ്പന്മാരായ കുട്ടികളെ, ഇന്ന് സൺസിറ്റിയെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സയന്റിസ്റ്റ് ആവിഷ്കാർ സിംഗ് ഒരു അതിഭയങ്കര സാധനം കണ്ടുപിടിച്ചിരിക്കുകയാണ്. അടിക്കുന്ന ബോളുകളൊക്കെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്കാണ് പോകുന്നത്. അതായത് നേരെ സ്പേസിലേക്ക് ചെല്ലും കൂട്ടുകാരെ. ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഇത്. ആ ടംബു അണ്ണ, ആ പ്രൊജക്ടർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യൂ. എന്റെ ദൈവമേ, ശരിക്കും ഇതൊരു വലിയ സ്പേസ്ഷിപ്പ് ആണെന്നാ തോന്നുന്നത്. പ്രിയപ്പെട്ട സൺസിറ്റി മഹാജനങ്ങളെ, ഇതാണ് നിങ്ങളിപ്പോ കാണുന്ന നമ്മുടെ സൺസിറ്റിയുടെ വൺ ആൻഡ് ഓൺലി മാർസ് വാഹനം. ചേടാ,
നമ്മളിപ്പോ ലൈവിലാണല്ലേ? ഓ സോറി 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 സോറി. സൺ സിറ്റിയിലുള്ള ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഫാദേഴ്സ്, മദേഴ്സ്, അങ്കിൾസ് ആൻഡ് ആന്റീസ്, ഗ്രാൻഡ് ഫാദേഴ്സ് ആൻഡ് ഗ്രാൻഡ് മദേഴ്സ്, പിന്നെ കൊച്ചു കൊച്ചു കുട്ടികളെ, ഞാൻ ഡോക്ടർ ആവിഷ്കാർ സെൻ. ഞാനിപ്പോൾ ഏറ്റവും വലിയ സ്പേസ്ഷിപ്പായ മാർസ് വാഹനത്തിന്റെ അകത്തിരിക്കുകയാണ്. അടുത്ത 3 ദിവസത്തിനുള്ളിൽ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ? അതെ, ടു ദ മാർസ്. ഗ്രേറ്റ് പ്ലാനിംഗ്. മാർസിലേക്ക് പോവുകയാണ് നമ്മൾ. സൺ സിറ്റിയുടെ പേര് ലോകമെമ്പാടും പ്രശസ്തമായി മാറും. കണ്ട് രസിക്ക്. ഞാനിപ്പോ വളരെ ദൂരെയുള്ള ഐലൻഡ് സ്പേസ് സ്റ്റേഷനിലാണ് ഉള്ളത്. പറക്കാൻ എല്ലാവരും തയ്യാറായിരിക്കെ. ഇവരെ രണ്ടുപേരെ ഞാൻ ഇതിനു മുമ്പ് സൺസിറ്റിയിൽ എവിടെയും കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ എന്താ ആലോചിക്കുന്നത് ബോസ്? ഇത് ശരിക്കും അന്യായമാണ് ഭഗത് സിംഗ്. മരം നടുന്നത് ഒരുത്തൻ, പഴം കഴിക്കുന്നത് മറ്റൊരുവൻ. ആവിഷ്കാർ എങ്ങനെയാണ് മാസിലേക്ക് പോകുന്നത്? അത് എനിക്ക് ഒന്ന് കാണണം. ഞാനാണ് ചാതുർ ഛത്രി. ആദ്യം മാസിൽ ചെന്നിറങ്ങുന്നത് ഞാൻ തന്നെയായിരിക്കും. പക്ഷേ ചതുർ ഛത്രി സാർ, നിങ്ങൾ എങ്ങനെയാണ് മാർസിലേക്ക് പോകുന്നത്? അയാളുടെ കൈവശം മാർസ് വാഹനമുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? എന്റെ കയ്യിലോ? എന്റെ കൈവശം ഈ കാണുന്ന കുടയുണ്ട്. കുടയോ? ഇതൊന്നും സാധാരണ കുടയല്ലടൂ ബലാക്. നീ ഇനി കണ്ടു രസിക്ക്. ഇതിന്റെ മായാജാലം നീ കണ്ടു രസിക്ക്. ആ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഈ ചതുർ ഛത്രി എന്തോ ഗോലുമാൽ ഒപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മാസ് വാഹനം അറ്റാക്ക് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ആകെ മൂടോട്ടായി പോവും. ഒന്ന് നിക്ക് ട്വിങ്കിൾ ആൻഡോടോ, ആദ്യം നമുക്ക് പ്ലാൻ എന്താന്ന് മനസ്സിലാക്കാം. ഈ കുടയുണ്ടല്ലോ, ഇതാണ് എന്റെ ഇൻവെൻഷൻ ഭാഗൻ. ഇതിനു മുൻപിൽ മാസ് വാഹനമൊന്നും ഒന്നുമല്ല. കണ്ടോ, ഇതിന്റെ പവറിന്റെ ഡെമോ കാണിച്ചു തരാം. ഇതെന്താ? ഈ ചതുർ ഛത്രി വളരെ ബുദ്ധിമാനാണ്. എന്റെ ഒപ്പം വാ ഭഗത് സിംഗ്. നമുക്കൊരുപാട് ജോലികളുണ്ട്. എന്റെ ദൈവമേ, ഷെടാ ഇതെന്താ പറക്കുന്ന കൂടെയോ? വളരെ വലിയൊരു ആപത്ത് സംഭവിക്കാനിരിക്കാൻ തോന്നുന്നു. സൂപ്പർ സ്പീഡോയുടെ സഹായത്തോടെ എനിക്ക് അവരെ ഫോളോ ചെയ്തേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഹായ് കീക്കോ. സൂപ്പർ സ്പീഡോ, അങ്ങോട്ട് നോക്ക്. ഒരാൾ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോ അയാളെ ഫോളോ ചെയ്യണം. എങ്കിൽ ശരി, പോയേക്കാം. ഒരു വശത്ത് പറക്കുന്ന കുട, മറുവശത്ത് പറക്കുന്ന കാറോ? ശരി, വാ ബസന്തി. ചേടാ, അനൗൺസ്മെന്റ് ചെയ്തു കഴിഞ്ഞു. മാർസ് വാഹനത്തിന്റെ ലോഞ്ച്. അത് വളരെ പെർഫെക്റ്റ് ആയി നടക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒരു ചെറിയ തെറ്റ് പോലും സംഭവിക്കരുത്. ഒരു പക്ഷെ ഞാൻ എന്തെങ്കിലും മറന്നുപോയാൽ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം. യെസ് സാർ. പക്ഷെ ഇതെന്താണ്? ഡോക്ടർ സെൻ, ഇതൊരു അൺഐഡന്റിഫൈഡ് ഒബ്ജക്റ്റ് ആണ്. വളരെ വേഗത്തിൽ നമ്മൾ നോക്കി വന്നോണ്ടിരിക്കുക. ചേടാ, അതെന്താ സംഭവം? ഓ, നിങ്ങളോ? ഡോക്ടർ ചന്ദൻ പട്രി, നിങ്ങൾ എങ്ങനെയാ ഇവിടെ? ഡോക്ടർ ചന്ദൻ പട്രിയല്ല, ഇത് ഞാനാണ്, ചാതുർ ഛത്രി. നീ എന്താ കരുതിയത്? ഡോക്ടർ ആവിഷ്കാർ സെൻ, നീ ആദ്യം മാസിലേക്ക് പോവോ?
ഞാൻ പോകാൻ ഇപ്പൊ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളിപ്പോ സംസാരിക്കണ കേൾക്കുമ്പോ അതൊരിക്കലും നടക്കില്ലെന്നാ തോന്നുന്നത്. നീ പറഞ്ഞ ശരിയാണ്. എന്റെ ലക്ഷ്യം തീർച്ചയായും ശരിയായ കാര്യമല്ല. അയ്യോ ഇതെന്താ? ഓടിക്കോ, എല്ലാവരും ഓടി രക്ഷപ്പെട്ടോ, ഓടിക്കോ. ഓടിക്കോ, അടുത്തത് നീയാണ് എന്റെ ടാർഗറ്റ്. എന്തിനാ ഇങ്ങനെ ധൃതി വെക്കുന്നത് ഛത്രി അങ്കിൾ? ഷെടാ, ഇതെന്താ ഡോക്ടർ സിംഗ്? ഇതാരാ? നിങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡ്സ് ആണോ? നീ കൊച്ചുകുട്ടികളെ ഗാർഡ്സ് ആക്കി ആ മാറ്റിയിരിക്കുകയാണോ? ചെക്കന്റെ മുന്നിൽ നിങ്ങൾ ഒന്നുമല്ലെന്ന് കരുതിക്കോ കത്രി. എടോ, അത് പത്ര കത്രിയല്ല, ചതുർ ഛത്രി. ഛത്രി അങ്കിൾ, കൊച്ചുകുട്ടികളെ മോശമായി കരുതരുത്. ഇനി പറയേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത്? തെറ്റായ കാര്യമോ? കാരണം ആ മാർസിലേക്ക് ആദ്യമായി ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ചതാണോ? ഞാൻ പോകുന്നതിന് മുൻപായിട്ട് ആരും മാർസിലേക്ക് പോകാൻ ഞാൻ അനുവദിക്കില്ല. മാർസിലേക്ക് ആദ്യമായിട്ട് അവനാണ് പോകുന്നത്. അതിനുള്ള കപ്പാസിറ്റി അവനുണ്ട്. അതായത് സൺ സിറ്റിയുടെ മാർസ് വാഹനം. മനസ്സിലായോ മിസ്റ്റർ ടോട്ട ടക്രി? തോട്ട തക്രി എല്ലടൂ, ചതുർ ഛത്രി എന്ന് വെച്ചാൽ ഞാൻ ഈ മാർസ് വാഹനത്തെയും സൺ സിറ്റിയെയും ഒരു വഴിയാക്കാതെ വിടുന്ന പ്രശ്നമില്ല. ചതുർ ഛത്രി, ഞാൻ എന്റെ കൊട ഉപയോഗിച്ച് അതിഭയങ്കര കാര്യങ്ങൾ ചെയ്യും. സൂപ്പർ സ്പീഡോ, നമ്മൾ ആ കുട വെച്ചിരിക്കുന്ന അങ്കിളിനെ തടഞ്ഞു നിർത്തിയേ പറ്റൂ. റെഡിയാണല്ലോ? 100% റെഡി കിക്കോ. എങ്കിൽ ഫോർമുല നമ്പർ 37 അപ്ലൈ ചെയ്യ്. വേഗം ആവട്ടെ. തീർച്ചയായും ആക്ടിവേറ്റിംഗ് ഫോർമുല 37. ഇപ്പം നിന്നെ ഒരു വഴിയാക്കും കൊട വെച്ചിരിക്കുന്ന അങ്ങളെ. ഡോക്ടർ സെൻ, തൽക്കാലം ഗുഡ് ബൈ. നമുക്ക് വീണ്ടും കാണാം. സൂപ്പർ സ്പീഡോ, ഫുൾ സ്പീഡ്. വരിനടാ കുട്ടികളെ, ഇങ്ങോട്ട് വാ. ഷെടാ, ഇവരാരാ? ഇവരിപ്പോ ഭയങ്കര ടെൻഷനിലാണല്ലോ. ചതുർ സിംഗിനെ പിടിക്കുന്നതിന് മുൻപ് പക്കറ്റ് സിംഗ് എന്ന പേരുള്ള ഈ എന്നെ പിടിക്കാൻ ട്രൈ ചെയ്യേ. സൂപ്പർ സ്പീഡോ, ആ പകട് സിംഗിന് നമ്മുടെ സ്റ്റണ്ട് കാണിച്ചു കൊടുക്ക്. ഫോർമുല നമ്പർ 26 അപ്ലൈ ചെയ്യ്. അതേതായാലും കലക്കിപ്പടി. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 26. ഓ നോ, ഇല്ല. പകട് സിംഗിന്റെ കളി ഇതോടെ അവസാനിച്ചു. പക്ഷെ ചതുർ ഛത്രി, അവനെങ്ങോട്ടാ പോയത്? ആ കുടക്കാരനെ തടഞ്ഞു നിർത്തിയേ പറ്റൂ. കാരണം അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി തീരും. എല്ലാം തലകീഴായി മാറിപ്പോകും. പക്ഷെ ഡോക്ടർ സേനാങ്കിൾ, അവനെ എങ്ങനെയാ പിടിക്കുക? ആ അദ്ദേഹം ആള് ഭയങ്കര സ്മാർട്ടാ, ജീനിയസും ആണ്. ജീനിയസിനെ പിടിക്കുന്നത് ഇംപോസിബിൾ ആണ്. അവൻ എവിടെയുണ്ടെങ്കിലും ശരി, ലോഞ്ചിന് വേണ്ടി അവൻ തീർച്ചയായും ഇവിടെ എത്തും. ഡോണ്ട് വറി മേരങ്കിൾ, സേനാങ്കിൾ, ഞാനും സൂപ്പർ സ്പീഡോയും ഹൈ അലേർട്ടിലായിരിക്കും. ലോഞ്ചിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയ റെഡിയാക്കണം. എന്തെങ്കിലും ഒരു നല്ല ഐഡിയ. കയ്യിൽ നിന്ന് സോപ്പ് സ്ലിപ്പായി പോയി, കയ്യിൽ നിന്ന് ബ്രഷും സ്ലിപ്പായി പോയി. പക്ഷെ കുടക്കാരന്റെ ടെക്നിക് ഒന്ന് മാത്രമാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അവന്റെ യന്ത്രം കുടയാണ്. കുടയാണ് അവന്റെ യന്ത്രം. അവനെ തോൽപ്പിക്കാൻ ഒരൊറ്റ മന്ത്രമേ ഉള്ളൂ. ആ ഡിറ്റക്ടീവ് ചട്പട്ട് എന്താ പറഞ്ഞിട്ട് പോകുന്നത്? മൊത്തത്തിൽ കൺഫ്യൂസ് ചെയ്തിട്ട് പോയിരിക്കുക. ഞാനൊരല്പം കഴിച്ചോട്ടെ. അദ്ദേഹം നമുക്കൊരു ക്ലൂ തന്നിട്ട് പോയിരിക്കാന്നാ തോന്നുന്നേ. കുടയാണ് യന്ത്രം, യന്ത്രമാണ് കുട. ആ കുടയിൽ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. കലക്കി, മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. എന്ത്? അതായത് കുട അതൊരു യന്ത്രമാണ്. അത് തന്നെയാണ് അയാളും പറഞ്ഞിട്ട് പോയത്. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. കുട ഒരു യന്ത്രം, യന്ത്രം, മഷീൻ, മഷീൻ. ഓക്കേ, അതുകൊണ്ട് അതായത് മഷീൻ എന്ന് പറയുമ്പോൾ അതിനൊരു ബട്ടൺ ഉണ്ടാകും, ഒരു ബാറ്ററി ഉണ്ടാകും. ആ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. അപ്പൊ നമുക്ക് ആ കൂടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റൂന്ന് പറയാണോ?
ബാറ്ററി ഊരി എടുക്കാൻ പറ്റുമോ? ഒരുപക്ഷെ അങ്ങനെ ചെയ്താൽ അതോടെ ആ കുടക്കാരന്റെ പവർ ഫെയിലായി പോവും. ഡോക്ടർ സെയിൻ, ശരിക്കും നിങ്ങൾ ഒരു ജീനിയസ് തന്നെയാണ്. പക്ഷേ ആ കുടയുടെ പവർ എവിടെയാണുള്ളത്? അതെനിക്കറിയില്ല. എനിവേ ഞാനിപ്പോ ഇറങ്ങുക. നാളെ മാർസിലേക്ക് പോണം. ഒരുപാട് പാക്ക് ചെയ്യാനുണ്ട്. എത്ര സെറ്റ് ഡ്രസ് പാക്ക് ചെയ്യണമെന്ന് അറിയുന്നില്ല. ചാർജറും കൊണ്ടുപോകണം. പാസ്പോർട്ടും തേടി കണ്ടെത്തണം. നാളെ ഞാനും സൂപ്പർ സ്പീഡോയും വളരെയധികം അലേർട്ടായിരിക്കണം. ഇവിടെ എല്ലാം ഓക്കെയാണ് മേയർ. അടുത്ത ചില നിമിഷങ്ങളിൽ മാർസ് വാഹനവും പിന്നെ ഈ ഞാനും പറക്കാൻ തുടങ്ങും. ആഹാ, ഇതുവരെ എല്ലാം ഓക്കെയാണ്. സൂപ്പർ സ്പീഡോ, നീ ഇപ്പൊ റെഡിയാണല്ലോ? ഇവിടെ എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം. യെസ് കീക്കോ, എല്ലാം റെഡിയാണ്. ബൈ ബൈ സൺ സിറ്റി. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് മാർസിൽ നിന്നായിരിക്കും. പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കൊള്ളാം. മാർസ് വാഹനം റെഡി ഫോർ ലോഞ്ച്. ടൈം ടു ലോഞ്ച് 20 minutes. ദേ അങ്ങോട്ട് നോക്ക്. നിങ്ങൾ എന്താ ആലോചിക്കുന്നത് സൺ സിറ്റി ജനങ്ങളെ? നീ വാഹനത്തിൽ കയറി ഡോക്ടർ സെൻ മാർസിലേക്ക് പോകൂ. ട്വിങ്കിൾ, ഡോഡോ, നിങ്ങൾ ചെന്ന് ജനങ്ങളെ രക്ഷിക്കുക. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. പറയൂ കീക്കോ, എന്ത് എമർജൻസി ആണ്? ദേ അങ്ങോട്ട് നോക്ക്, ചതുർ ഛത്രി. ഇന്നവന് ശരിക്കും ഒരു പാഠം പഠിപ്പിക്കണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ചേടാ, ആരും ഓടിപ്പോകരുത്. ഡോക്ടർ സെൻ മാർസിലേക്ക് പോയില്ലെങ്കിൽ എന്താ? ഞാൻ മാർസിലേക്ക് പോകുന്നത് കാണണ്ടേ? മാർസ് വാഹനത്തിന്റെ ലോഞ്ച് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമില്ലേ? നീ അവിടെ തന്നെ നിൽക്ക് ചതുർ ഛത്രി. നിന്റെ ഈ റോങ് ആയ മിഷനിൽ ഒരിക്കലും വിജയിക്കില്ല. അത് നീയാണോ പറയുന്നത്? എടാ ചക്ക, നീ സ്കൂളിലേക്ക് ചെല്ല്. സ്പേസിലേക്ക് എന്നെ പോകാൻ അനുവദിക്കേ. പക്ഷെ നിങ്ങൾ എങ്ങനെയാ സ്പേസിലേക്ക് പോകുന്നത് ചതുർ ഛത്രി? സ്പേസ് ഷിപ്പ് ഇനിയും ലോഞ്ച് ആയിട്ടില്ലല്ലോ. അത് എന്തുകൊണ്ട് ലോഞ്ച് ആവില്ല? ഭഗത് സിംഗ്, എല്ലാം റെഡിയാണല്ലോ അല്ലേ? യെസ് സർ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തോളൂ. കണ്ടല്ലോ, ഇനി ഞാൻ ഇറങ്ങാം. ഈ ചതുർ ഛത്രി മറ്റുള്ളവർക്കാളെല്ലാം വളരെ സ്മാർട്ടാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും കീക്കോ? സൂപ്പർ സ്പീഡോ, ചതുർ ഛത്രി മാർസിന്റെ എൻട്രി ഗേറ്റിലേക്ക് ചെല്ലുന്നത് തടഞ്ഞു നിർത്തണം. വേഗം ഫോർമുല നമ്പർ 37 അപ്ലൈ ചെയ്യ്. ഷുവർ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 37. സൂപ്പർ സ്പീഡോ, ഡിറ്റക്റ്റീവ് ചട്പട്ടങ്കിൽ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടല്ലോ? കുട ഒരു യന്ത്രം. കുടയുടെ കൺട്രോൾ പാനൽ അതിന്റെ ഹാൻഡിലുണ്ട്. നീ അത് ഫോക്കസ് ചെയ്യ്. ആദ്യം അത് തകർക്ക്. ഇതാണ് ആ കുടയുടെ കൺട്രോൾ പാനൽ. പിന്നെ ഇത് കണ്ടോ, ഇതാണ് എന്റെ ഷോട്ട്. കലക്കടാ ചക്ക, നല്ലോണം പ്ലാൻ ചെയ്ത് അടിച്ചിരിക്ക. പക്ഷെ എന്റെ കുടയുടെ കൺട്രോൾ പാനൽ തകർക്കുന്നത് അത്രക്ക് ഈസിയായ കാര്യമൊന്നുമല്ല. നിന്റെ കാറിന് ഇതിന്റെ മൈക്രോ ചിപ്പ് തേടി കണ്ടെത്താനാവില്ല. അതിന് ഒരുപാട് സമയം പിടിക്കും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും കീക്കോ? അവൻ എൻട്രി ഗേറ്റിൽ ചെന്ന് എത്തുമെന്നാ തോന്നുന്നത്. ഞാൻ അവന്റെ മൈക്രോ ചിപ്പ് ട്രാക്ക് ചെയ്യട്ടെ. വേണ്ട സൂപ്പർ സ്പീഡോ, അതിനൊന്നും സമയമില്ല. ദേ നോക്ക്, അതൊരു കുടയാണ്. കുടയ്ക്ക് എന്താണ് ആവശ്യം? എന്താ വേണ്ടത് കീക്കോ? ഫോർമുല നമ്പർ 98 അപ്ലൈ ചെയ്യ്. അത് കലക്കി കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 98. ഇല്ല, കലക്കി കീക്കോ, നിന്റെ പ്ലാനിങ് അടിപൊളി. കളി ഇനി അവസാനിച്ചിട്ടില്ല കീക്കോ. ഭഗത് സിംഗ്,
ഗേറ്റ് വേഗം ഒന്ന് ഓപ്പൺ ചെയ്യേ. യെസ് സാർ. രണ്ട് സൈഡിൽ നിന്നും ഭയങ്കര അറ്റാക്ക് ആണല്ലോ കിക്കോ. ആദ്യം ആരെയാണ് തടഞ്ഞു നിർത്തേണ്ടത്? പഹാഡ് സിംഗിനെയോ അതോ ചതുർ ഛത്രിനെയോ? ഭഗത് സിംഗിനെ ഒന്ന് സൂം ചെയ്ത് കാണിക്ക് സൂപ്പർ സ്പീഡോ. കൺട്രോൾ ചിപ്പ് ഇപ്പൊ അവന്റെ കയ്യിലാ ഉള്ളത്. പക്ഷെ സൂക്ഷിച്ചു വേണം കളിക്കാൻ. അവന് ചുറ്റും നമ്മുടെ സയന്റിസ്റ്റ് നിൽപ്പുണ്ട്. വിഷമിക്കണ്ട കിക്കോ, ഇപ്പൊ നോക്കിക്കോ. പവർ ബ്ലാസ്റ്റ്. വേണ്ട. സയന്റിസ്റ്റ് കൗണ്ട് ഡൗൺ സ്റ്റോപ്പ് ചെയ്യേ. ലോഞ്ച് കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഇത് തടഞ്ഞു നിർത്താനാവില്ല കിക്കോ. Launching 20, 19. സൂപ്പർ സ്പീഡോ ഫുൾ സ്പീഡ് എൻട്രി ഗേറ്റിലേക്ക് ചെല്ല്. Eleven. 9. കിക്കോ, നീയോ? നീ എങ്ങനെ ഇവിടെ വന്നു? നിന്റെ പ്രയാണം ഇതോടെ അവസാനിക്കുകയാണ് ചതുർ ഛത്രി. ഇനി വേറെ ഒരു വഴിയില്ല. ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. താങ്ക് യു കിക്കു. 3, 2, 1. Ignition. അപ്പൊ നമുക്ക് പിന്നെ കാണാം ഡോക്ടർ സെയിൻ അങ്കിൾ. എനിക്കിപ്പോ സ്പേസിലേക്ക് വരാൻ പറ്റില്ല. ഓൾ ദി ബെസ്റ്റ്. എന്റെ നടു ഒടിഞ്ഞതാ തോന്നുന്നത്. നടു ഒടിഞ്ഞാലും നടുവേദനയുണ്ടെങ്കിലും അതിന് ട്രീറ്റ്മെന്റ് ഉണ്ടടാ. കൊണ്ടുപോയി ഇവര് ജയിലിലിട്ടേക്ക്. എന്ന് വെച്ചാ ഡിറ്റക്റ്റീവ് ജറ്റ്പട്ട് സാർ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായി ഡിറ്റക്റ്റീവ് ജൂനിയർ അങ്കിൾ. ഇപ്രാവശ്യം ഡിറ്റക്റ്റീവ് ജറ്റ്പട്ടിന്റെ ഭാഷ പോലെ ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലായിരിക്കുക. ഇപ്പൊ നമുക്ക് ഡോക്ടർ സേനയോട് സംസാരിക്കാം. ഇന്ന് അദ്ദേഹം ചൊവ്വ ഗ്രഹത്തിലേക്ക് ലാൻഡ് ആയി കഴിഞ്ഞു. അതേതായാലും കലക്കി. ഇതെന്താ ചുമന്ന നിറത്തിലുള്ള പ്ലാനറ്റ് ആണല്ലോ. ഞാനിപ്പോ ചൊവ്വാഗ്രഹത്തിൽ എത്തിക്കഴിഞ്ഞു. ഇത് നമുക്ക് കിട്ടിയ ഒരു വൻ വിജയമാണ്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? സൺ സിറ്റിയുടെ കൊടി ഇവിടെ നട്ടുവെക്കാൻ പോവുകയാണ്. കണ്ടല്ലോ, ഇതിന് പുറകിൽ ആരുണ്ടെന്ന് അറിയാമോ? നമ്മുടെ കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോ. ഇവരാണ് നമ്മുടെ സൺ സിറ്റിയുടെ ഹീറോസ്. ഇപ്പൊ അവര് മാർസിലും ഫേമസ് ആണ്. നമ്മുടെ ബെസ്റ്റ് പ്ലേയേഴ്സിനെ രക്ഷിക്കാനായിട്ട് ഞാൻ ആ ഗ്ലൈഡേഴ്സിന്റെ മുകളിൽ ചാടി കയറിയേ പറ്റൂ.
ആദ്യം ഈ ഗ്ലൈഡർ പറപ്പിക്കുന്നവനെ വേണം പിടിക്കാൻ. സൺ സിറ്റി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മാച്ച് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സൺ സിറ്റിയുടെ വിജയത്തിനായി ജസ്റ്റ് 51 റൺസ് മാത്രം മതി. ഇതാ വീണ്ടും ഒരു സിക്സർ. വളരെ നല്ല ബൗളിംഗ്. ഇതാ അദ്ദേഹം ഇപ്പോൾ ഔട്ടായി കഴിഞ്ഞു. ഗ്രൗണ്ടിലേക്ക് ഇതാ ഇറങ്ങി വരുന്നു മോണ്ടി. അതേതായാലും കലക്കി. ഈ ക്രിക്കറ്റ് മാച്ചിന്റെ സെമിഫൈനൽസ് കാണുമ്പോ എനിക്ക് തോന്നുന്ന ഫീലിംഗ് രണ്ട് വാക്കിൽ പറയണമെങ്കിൽ അത് സൂപ്പർ എക്സൈറ്റ്മെന്റ്. എക്സൈറ്റ്മെന്റിനെക്കാളും വളരെയധികം എക്സൈറ്റ്മെന്റ്. സൂപ്പർ അല്ല, സൂപ്പർ ഡൂപ്പർ എക്സൈറ്റ്മെന്റ്. ഞാനൊരല്പം എക്സൈറ്റിംഗ് എന്തെങ്കിലും കഴിച്ചോട്ടെ. ഇത് കാണാൻ വളരെ ജോളിയാണ്. നമ്മുടെ ടീമിന്റെ ബെസ്റ്റ് ബൗളർ ബിന്നി തനിച്ച് 7 വിക്കറ്റ് എടുത്തിരിക്കുകയാണ്. അത് കലക്കി. അയ്യോ, വിക്കറ്റ് എടുത്തല്ലേ പറ്റൂ. കാരണം നമ്മുടെ ടീമിന്റെ ബെസ്റ്റ് ഫീൽഡർ വിക്രം ചാടി 5 ക്യാച്ച് എടുത്തില്ലേ. കൊരകൻ വലിച്ചെറിഞ്ഞ മത്തങ്ങ മുകളിൽ നിന്ന് താഴേക്ക് വീണത് മുയലിന്റെ മേലെ വീണത് ചട്ടിണിയായി പോയി. സാറിപ്പ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മുടെ സൺസിറ്റി ടീം ബോളിംഗും ഫീൽഡിംഗും നന്നായി ചെയ്യുന്നുണ്ടെന്ന്. ഇനി നന്നായി ബാറ്റിംഗ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി അവർ ജയിക്കണമെങ്കിൽ 6 ബോളിൽ 36 റൺസ് എടുക്കണം. അതായത് എല്ലാ ബോളിലും സിക്സർ അടിക്കണം. ഡോണ്ട് വറി ജൂനിയർ ജാസൂസ് അങ്കിൾ. മോണ്ടി നമ്മുടെ ടീമിലെ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആണ്. തീർച്ചയായിട്ടും ഈ മാച്ചിൽ നമ്മുടെ ടീമായിരിക്കും വിജയിക്കുക. അടിപൊളി ബോൾ. ആ ബോൾ ഇതാ ബൗണ്ടറിയിലേക്ക് പോകുന്നു. വീണ്ടും ഒരു സിക്സർ. കോച്ച്, സൺസിറ്റി ടീം വളരെ നന്നായി കളിച്ചോണ്ടിരിക്കുക. തീർച്ചയായിട്ടും അവർ തന്നെയായിരിക്കും നമ്മുടെ കൂടെ ഫൈനലിൽ കളിക്കാൻ പോകുന്നത്. ബോബ്, നമ്മൾ നല്ലോണം കളിക്കണം. എങ്കിലേ നമുക്ക് ഫൈനൽസ് ജയിക്കാൻ പറ്റൂ, ഡയമണ്ട് ട്രോഫി സ്വന്തമാക്കാൻ പറ്റൂ. കോച്ച്, നിങ്ങൾ വേണമെങ്കിൽ കണ്ടോ, തീർച്ചയായിട്ടും ആ കപ്പ് നമ്മൾ തന്നെയായിരിക്കും സ്വന്തമാക്കുന്നത്. അടിച്ചിരിക്കുന്നു വീണ്ടും ഒരു സിക്സർ. ഇപ്പോൾ സൺസിറ്റി ഈ മാച്ചിൽ ജയിച്ചിരിക്കുകയാണ്. മറ്റന്നാൾ അവർ കളിക്കാൻ പോകുന്നത് LOC ടീമിനൊപ്പമാണ്, അതും ഫൈനൽ മാച്ച്. മോണ്ടി ചേട്ടൻ, ബെന്നി ചേട്ടൻ, പിന്നെ വിക്രം ചേട്ടനൊക്കെ 3-man ആർമി പോലെയാ. അവര് കൂടെ ഉള്ളപ്പോ നമ്മുടെ സൺസിറ്റി ടീമിനെ ആർക്കും തോൽപ്പിക്കാനാവില്ല. യു ആർ റൈറ്റ് ട്വിങ്കിൾ. വാ, നമുക്ക് ചെന്ന് നമ്മുടെ ടീമിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. നിങ്ങളൊക്കെ വളരെ നന്നായിട്ട് കളിച്ചു. കലക്കി കളഞ്ഞു. അടിപൊളി. നിങ്ങൾ തുടർച്ചയായി ഇതുപോലെ കളിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ആ ഡയമണ്ട് ട്രോഫി ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അതെ അതെ, അത് നിങ്ങൾ സ്വപ്നം കണ്ടാൽ മാത്രം മതി. ഫൈനൽ മാച്ചിൽ ഞങ്ങളുടെ ടീമായിരിക്കും ജയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേക്ക്. ഇപ്പോൾ തന്നെ തോറ്റു എന്നങ്ങ് സമ്മതിച്ചേക്ക്. ബോബി ചേട്ടാ, നിങ്ങളിപ്പോ ഞങ്ങളുടെ ടീമിനെ ഡീമോട്ടിവേറ്റ് ചെയ്യാണ്. അത് വളരെ റോങ്ങാ. റോങ്, റൈറ്റ്, ഫൈറ്റ്, അത് ഏതായാലും ശരി, ഈ ഫൈനൽ മാച്ചിൽ ഞങ്ങൾ തന്നെയായിരിക്കും ജയിക്കുന്നത്. ബോബ്, നിങ്ങൾ തമ്മിൽ അവിടെ എന്തോ ഒരു തർക്കം. സോറി പറയൂ.
അല്ലെങ്കിൽ ഞാൻ നിന്നെ ഫൈനൽ മാച്ച് ഒന്ന് സസ്പെൻഡ് ചെയ്യും. ഞാൻ നിങ്ങളുടെ കോച്ചാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചേ പറ്റൂ. മനസ്സിലായില്ലേ? പറ, സോറി പറ. ശരി, സോറി എവരിവൺ. ഫൈനൽ മാച്ചിൽ എന്റെ ടീം തന്നെയായിരിക്കും ജയിക്കുന്നത്. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് വിശ്വാസമുണ്ട് നമ്മുടെ ടീം തന്നെ വിജയിക്കും. യെസ്, പ്രാക്ടീസ് കാരണം നമുക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിനൊരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ പെർഫെക്റ്റ്. ഗേറ്റ് തുറക്ക്. ആരാ നീ? പ്ലെയർ. നീ ഏത് ഗെയിമാ കളിക്കുന്നത്? ചിരിപ്പിക്കും പിന്നെ കരയിക്കും. ചിരിപ്പിക്കും കരയിക്കും എന്റെ കൺ. പിന്നെ ചാൻസ് കിട്ടിയാൽ ഓടി രക്ഷപ്പെടുകയും ചെയ്യും. അതെല്ലാം എന്റെ ഈ സ്പെഷ്യൽ ഗണ്ണിൽ നിന്നും പുറത്തേക്ക് വന്ന ഗ്യാസ് ബുള്ളറ്റ്സിന്റെ പവറാണ്. ഞാൻ വിചാരിച്ചാൽ ഇത് വെച്ച് ആരെ വേണമെങ്കിലും ചിരിപ്പിക്കാനും പറ്റും, കരയിപ്പിക്കാനും പറ്റും. ചിരിപ്പിക്കും കരയിപ്പിക്കും, അതാണ് എന്റെ ഗൺ. ചാൻസ് കിട്ടുമ്പോ ഞാൻ ഓടി രക്ഷപ്പെടുകയും ചെയ്യും. ഇനി എല്ലാവരും ജോളിയായിരിക്കും. എന്റെ ഈ ഗണ്ണ് കാരണം എന്റെ ജോലി വളരെ ഈസി ആയി തീർന്നു. R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. സിഗ്നൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഭാഗത്തുനിന്നാണ് വരുന്നത്. സൂപ്പർ സ്പീഡോയെ വിളിച്ചോണ്ട് നമ്മൾ ഉടൻ തന്നെ അങ്ങോട്ട് ചെന്നേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, എത്രയും വേഗം നീ സൺസിറ്റി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് ചെല്ല്. യെസ് ബ്രോ, ലെറ്റ്സ് ഗോ. അവര് 3 പേരാണ് നമ്മുടെ ടാർഗറ്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അതുപോലെ ചെയ്തേക്ക്. ചെല്ല്, അവര് 3 പേരെയും പാർസലേറ്റേക്ക്. ഇപ്പൊ ഞാൻ നോക്കട്ടെ, ഇവരുടെ ഈ 3 ബെസ്റ്റ് പ്ലേയേഴ്സ് ഇല്ലാതെ സൺസിറ്റിയുടെ ക്രിക്കറ്റ് ടീം എങ്ങനെ ജയിക്കുമെന്ന് നോക്കാം. ചിരിപ്പിക്കും പിന്നെ കരയിപ്പിക്കും, അതാണ് എന്റെ ഗൺ. ചാൻസ് കിട്ടുമ്പോ ഞാൻ നൈസായി എസ്കേപ്പ് ആകും. ഇവിടെയുള്ള ഗാർഡ്സ് ഒക്കെ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹലോ ഗാർഡ് അങ്കിൾ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് പറ്റിയത്? എന്റെ ദൈവമേ, ചിലര് കരയുന്നുണ്ട്, ചിലര് ചിരിക്കുന്നു. എന്താ ഇതൊക്കെ? ദേ അങ്ങോട്ട് നോക്ക്. നമ്മുടെ ടീമിന്റെ 3 ബെസ്റ്റ് പ്ലേയേഴ്സ് മോണ്ടി, ബിന്നി പിന്നെ വിക്രം ചേട്ടനെ കാണാനില്ല. നിങ്ങൾ എല്ലാവരും ആദ്യം ഈ ചിരിയൊന്ന് നിർത്തൂ. എന്നിട്ട് വേഗം പറയൂ, ആ 3 പ്ലേയേഴ്സ് എവിടെയാണുള്ളത്?
രാജേഷ്, ചന്തു, എന്തെങ്കിലും ഒന്ന് പറയേ. ഇവരിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത് കൊണ്ടാ ഒന്നും പറയാൻ പറ്റാത്തത്. ഒരു കാര്യം ചെയ്യ്, സിംബോളിക് ആയിട്ട് കാര്യം പറയേ. സൂപ്പർ സ്പീഡോ, ഫോളോ ദം. ഓ നോ കിക്കോ, റോക്കറ്റിന് ഒരുപാട് ഡാമേജ് ചെയ്തിരിക്കുകയാണ്. ഓട്ടോ റിപ്പയർ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. സൂപ്പർ സ്പീഡോ, നീ ഇപ്പൊ ഓട്ടോ റിപ്പയർ ചെയ്തോ. അതുവരെ ഞാൻ അവരെ കാര്യം നോക്കിക്കോളാം. നമ്മുടെ ബെസ്റ്റ് പ്ലേയേഴ്സിനെ രക്ഷിക്കാനായിട്ട് ഞാൻ ആ ഗ്ലൈഡേഴ്സിന്റെ മുകളിൽ ചാടി കയറിയേ പറ്റൂ. ആദ്യം ഈ ഗ്ലൈഡർ പറപ്പിക്കുന്നവനെ വേണം പിടിക്കാൻ. കിക്കോ, ഇപ്രാവശ്യം നീ വലിയൊരു ഗ്യാങ്ങിന്റെ കൂടെയാണ് ഏറ്റുമുട്ടുന്നത്. ഇതൊന്നും സാധാരണ ഗ്യാങ് അല്ല. ഇതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടും. പക്ഷെ അതിനു മുമ്പ് ഈ 3 പ്ലേയേഴ്സിനെ ഞാനൊരു വഴിയാക്കും. അവരെ എല്ലാരും വലിച്ചെറിഞ്ഞേക്ക്. ബഡി, ഫോർമുല നമ്പർ 10 യൂസ് ചെയ്ത് എല്ലാവരെയും രക്ഷിക്കുക. ഓക്കെ ബാഡി. ഷെടാ, ഇതെല്ലാം സ്റ്റാച്യൂസ് ആണല്ലോ. ഒറിജിനൽ പ്ലേയേഴ്സ് ആണെന്ന് വിചാരിച്ച് നമ്മൾ ചിലരെ രക്ഷിച്ചില്ലേ? അതിനൊരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഡമ്മീസ്. ഇതൊക്കെ ഡമ്മിയാണെങ്കിൽ അപ്പൊ 3 പ്ലേയേഴ്സ് എവിടെ പോയി? കരയിക്കും, ചിരിപ്പിക്കും എന്റെ ഗൺ. ചാൻസ് കിട്ടിയാൽ ഞാൻ ഓടി രക്ഷപ്പെടുകയും ചെയ്യും. ക്രിക്കറ്റ് മാച്ചിന്റെ ഫൈനൽസ് കഴിയുന്നത് വരെ ഒരു കാരണവശാലും ഇവര് പുറത്തേക്ക് പോരുത്. എന്ന് വെച്ചാൽ അവർ നമ്മളെയൊക്കെ ചിരിപ്പിച്ച് കരയിപ്പിച്ച് നമ്മളെയൊക്കെ മണ്ടനാക്കിയിട്ട് അവർ നമ്മുടെ 3 ബെസ്റ്റ് പ്ലേയേഴ്സിനെയും കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. മമ്മി, ഇനി നമ്മൾ അവർ 3 പേരുമില്ലാതെ ഫൈനൽ മാച്ചിൽ എങ്ങനെയാണ് വിജയിക്കുക? എനിക്ക് തോന്നുന്നത് ഇതുപോലൊരു കാര്യം യെല്ലോ സിറ്റി ടീമിലെ ആരെങ്കിലും ആയിരിക്കും ചെയ്തത്. കാരണം നമ്മൾ നാളെ ആ 3 പ്ലേയേഴ്സ് ഇല്ലാതെ ഫൈനൽ മാച്ച് കളിച്ചാൽ അവർക്ക് നമ്മളെ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ പറ്റും. ഡയമണ്ട് ട്രോഫി സ്വന്തമാക്കുകയും ചെയ്യും. അയ്യോ കീക്കോ, നീ പറഞ്ഞ വളരെ ശരിയാണ്. പക്ഷെ യെല്ലോ സിറ്റിയുടെ ടീമില് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആരാ ഉള്ളത്? എനിക്ക് തോന്നുന്നത് ഇതാ യെല്ലോ സിറ്റിയുടെ ക്യാപ്റ്റൻ ബോബിന്റെ പണിയായിരിക്കും. അതെ അതെ, എനിക്കും അത് തന്നെ തോന്നുന്നത്. സംശയം എനിക്കുമുണ്ട് ഡോഡോ. പക്ഷേ ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ബെസ്റ്റ് പ്ലേയേഴ്സിനെ സേഫ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരണം. പക്ഷെ കീക്കോ, ഫൈനൽ മാച്ച് നാളെയാണ്. മാച്ച് നാളെ സ്റ്റാർട്ട് ആകുന്നതിന് മുമ്പ് നമ്മുടെ ബെസ്റ്റ് പ്ലേയേഴ്സിനെ തേടി കണ്ടെത്തി കൊണ്ടുവന്നേ പറ്റൂ. വേഗം വാ സൂപ്പർ സ്പീഡോ, നമുക്ക് ചെന്ന 3 പ്ലേയേഴ്സിനെ തേടി കണ്ടെത്താം. യെസ് കിക്കോ. ഒരു മിനിറ്റ് സൂപ്പർ സ്പീഡോ, ദേ അങ്ങോട്ട് നോക്ക്. നമ്മൾ അവരുടെ ഗോഡൌണിൽ എത്തിക്കഴിഞ്ഞെന്നാ തോന്നുന്നേ. അവിടേക്ക് വന്ന കിഡ്നാപ്പേഴ്സ് ഇല്ലേ, അവരുടെ കൈവശം ഇതേപോലത്തെ ഗ്ലൈഡേഴ്സ് ഉണ്ടായിരുന്നു. യു ആർ റൈറ്റ് ബ്രോ. വരൂ, നമുക്ക് താഴേക്ക് ചെന്ന് നോക്കാം.
ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ശരി വാ, നമുക്ക് ബിൽഡിങ്ങിനകത്ത് ചെന്ന് നോക്കാം. ബഡി, നീ ഫോർമുല നമ്പർ 139372245 ഉപയോഗിച്ച് ഇവരെ നിർത്ത്. അപ്പോഴേക്കും ഞാൻ ബിൽഡിങ്ങിനകത്ത് ചെന്ന് നോക്കിയിട്ട് വരാം. നോ പ്രോബ്ലം ബഡി. നീ പറഞ്ഞ ഈ 3 ഫോർമുല ഉപയോഗിച്ച് ഞാൻ ഇവന്മാരെ ചട്നി ആക്കിയേക്കാം. ഒരൊറ്റത്തട്ടിന് എല്ലാവരെയും തകർത്ത് തരിപ്പണമാക്കി. ഇനി CCTV ഫുട്ടേജ് സ്കാൻ ചെയ്ത് നോക്കട്ടെ. സമ്മതിച്ചിരിക്കുന്നു കിക്കോ, നീ ശരിക്കും ഒരു ധീരൻ തന്നെയാണ്. പക്ഷെ എന്റെ അത്രയും വരില്ല. നിനക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല. കീക്കോ, ഞാൻ ഈ ഹോട്ടലിന്റെ CCTV ഫുട്ടേജ് ഒക്കെ സ്കാൻ ചെയ്തു. യെല്ലോ സിറ്റിയുടെ ടീം അവിടെയാണ് താമസിച്ചിരുന്നത്. എനിക്ക് അവിടുന്ന് എന്താ കിട്ടിയെന്നറിയോ? എന്ത് പറ്റി സൂപ്പർ സ്പീഡോ? നീ എന്നെയും എന്റെ ടീമിനെയും എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ബോബ്, നീ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇപ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കിയത് ബോബല്ല, നീ തന്നെയാണ്. എന്ന് വെച്ചാ? കോച്ച്, ഇനി നിങ്ങൾ അഭിനയിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. സൺസിറ്റിയുടെ ബെസ്റ്റ് 3 പ്ലേയേഴ്സിനെ കിഡ്നാപ്പ് ചെയ്യാൻ കാരണം നിങ്ങളാണ്. പിന്നെ ആ മാസ്ക്മാൻ വേറെ ആരുമല്ല, അത് നീ തന്നെയാണ്. ചിരിപ്പിക്കും കരയിക്കും എന്റെ ഗൺ. ചാൻസ് കിട്ടിയ വളരെ ഈസിയായി ഞാൻ രക്ഷപ്പെട്ടോടും. കേക്കോ, നീ എന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അപമാനിച്ചു. വലിയൊരു തെറ്റാണത്. ഇപ്പൊ നോക്കിക്കോ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ചിരിപ്പിക്കും കരയിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഭ്രാന്ത് പിടിപ്പിക്കും ഞാൻ.
കേക്കോ പിന്നെ സൂപ്പർ സ്പീഡോ, നിങ്ങൾ രണ്ടുപേരെയും കുരങ്ങ് കളിപ്പിക്കാൻ എന്റെ കയ്യിൽ ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. ഇതാ വരുന്നു എന്റെ ഫ്ലൈ ബുള്ളറ്റ്സ്. ഇത് നൈട്രജൻ കൊണ്ടുണ്ടാക്കിയ ബുള്ളറ്റ്സ് ആണ്. ഇത് ഏത് വണ്ടിയുടെ ടയറിൽ ഫിറ്റ് ചെയ്താലും ഇത് പിന്നെ കാറ്റിൽ പറക്കാൻ തുടങ്ങും. സൂപ്പർ സ്പീഡോ ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 49. ആ കോച്ചിനെ ഫോളോ ചെയ്യേ. All right, bro. Here we go. ഇപ്പൊ രണ്ടിലൊന്നറിയാം. നീ എങ്ങനെ എന്നെ തടഞ്ഞു നിർത്തുന്നെന്ന് നോക്കട്ടെ. ആ കോച്ചിന്റെ കയ്യിലുള്ള ട്രോഫി വീണ്ടെടുക്കാനായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും അവനെ തടഞ്ഞു നിർത്തിയേ പറ്റൂ. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 77. എതിരിൽ ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാ ശരി, ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഇനി ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. അവിടെ കറങ്ങി ഇവിടെ കറങ്ങി അവസാനം എന്റെ മുൻപിൽ വന്ന് വീട് കിടക്കുന്നത് കണ്ടില്ലടാ. എന്ന് വെച്ചാ സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ യു ആർ അണ്ടർ അറസ്റ്റ്.